ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഗംഗപ്രസാദ് മതില് ചാടി കയറുന്നതൊക്കെ തന്നെ കിരണും കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിയും കാർത്തികയൊക്കെ CCTV നോക്കാണ്. അപ്പൊ ആ രംഗങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും കിരൺ പറയണ്ടേ, ശേ എന്നാലും അവൻ ചാടി പോയല്ലോ എന്നിങ്ങനെ പറയാണ്. അല്ല ലക്ഷ്മി, എന്നെക്കാളും ഞങ്ങളെക്കാളും നന്നായിട്ട് ഗംഗപ്രസാദിന്റെ ഇതൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നത്, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും കാർത്തിക ലക്ഷ്മിയും ഒരുപോലെ പറയേണ്ട, മോനെ ഇവന്റെ ചാട്ടവും ആ നിൽപ്പും എല്ലാം ഗംഗപ്രസാദിനെ പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംശയം കൂടിയത്, ഇവൻ ഗംഗ തന്നെയാണോന്ന് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട, അത് ഗംഗപ്രസാദിന്റെ കൂടെ കൂട്ടാളികളുണ്ടല്ലോ, അവനെ പോലെ തന്നെ പയറ്റി കളിക്കണവരായിരിക്കും അവരും. അതുകൊണ്ടാണല്ലോ അവരെ ഗുണ്ടകൾ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് ചിലപ്പോ അവര് ആരെങ്കിലൊക്കെ തന്നെ അവനെ ചാൻസ് എന്ന് പറയുമ്പോൾ കാർത്തിക പണ്ട് അങ്ങനെയല്ല കിരണേ, അവന്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ, ഇത് അവൻ തന്നെ ആവാനാ ചാൻസ് എന്ന് പറയാണ്. അപ്പൊ കിരൺ പറയണ്ട, എന്തായാലും കുറച്ചു ദിവസം സമാധാനം ഉണ്ടായിരുന്നു, ഇപ്പൊ എന്തായാലും പിന്നെയും പോലീസുകാരും അതുപോലെ തന്നെ നൈറ്റ് പെട്രോളുകളൊക്കെ കുറച്ച് കടുപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. എന്നാലും ക്രിസ്മസ് പാപ്പയുടെ വേഷം വന്നിട്ട് അവര് പോലും കരോളിന്റെ കൂടെ കൂടിയവര് പോലും അത് അറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല ലക്ഷ്മിയമ്മേ. കരോളാകുമ്പോഴേക്കും അതൊരു ആഘോഷത്തിന്റെ ഭാഗമാണ്. ആ ആഘോഷത്തിൽ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. അപ്പൊ അതുപോലെ വേഷം മാറി വന്നപ്പോ അവരുടെ കൂട്ടത്തിൽ പങ്കെടുക്കാൻ വന്നതെന്ന് വെച്ചിട്ടാ അവരവരുടെ കൂടെ കൂട്ടിയത് എന്ന് പറയണം. അപ്പോ എന്താ ലക്ഷ്മിയുടെ അടുത്ത് കിരണോട് ലക്ഷ്മിയുടെ അടുത്ത് കാർത്തികടുത്ത് കിരൺ പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ കൂടെ ഒന്ന് വന്ന് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കാം എന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അത് വേണ്ട കിരണേ, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം. കല്യാണിയുടെ അമ്മ മരിച്ചതിന്റെ വിഷമം ഞങ്ങൾക്കും മാറിയിട്ടില്ല. അന്ന് കല്യാണി എത്രത്തോളം വിഷമിച്ചത് ഞങ്ങൾ കണ്ടതാണ്. ഇനിയിപ്പോ വേറൊരു വിഷമം കൂടി വരുത്തി വെക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോ കല്യാണി ചോദിക്കണ്ട, അല്ല കാർത്തിക ചേച്ചി ഈ കാര്യം ദിലീപേട്ടനോട് പറഞ്ഞിരുന്നു? ഇല്ല, ദിലീപേട്ടനെ വെറുതെ വിഷമിപ്പിക്കേണ്ട ചേച്ചി ഞാൻ പറഞ്ഞില്ല. അതെന്താ ചേച്ചി പറയാത്തത്? അത് പറയണം, എല്ലാവരും ജാഗ്രതയായിട്ട് തന്നെ നിൽക്കണം എന്ന് പറയാണ്. ശരി കല്യാണി, ഞാൻ പറഞ്ഞോളാം എന്ന് കാർത്തിക പറയാണ്. ശേഷം കാർത്തിക പറഞ്ഞിരിക്കണേ, ഞങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് വരണില്ല, നിങ്ങളും ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങളെങ്ങാനും അവിടെയാണ് ഉണ്ടായിരുന്നെങ്കിൽ, ഈ കരോളുകാരെങ്കിലും വന്നെങ്കിൽ ആരുടെങ്കിലും ദേഹത്ത് കുത്തുകൊണ്ടാനായിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് എന്തുമാത്രം വിഷമമായാലേ. ഇപ്പൊ അവരാരെങ്കിലും വന്നാൽ ഞങ്ങളെ കുത്തിയാലേ ഞങ്ങൾക്ക് വലിയ വിഷമമൊന്നും ഇല്ലെങ്കിലേ, എല്ലാം വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനും അമ്മയും ഇപ്പൊ ജീവിക്കുന്നത് എന്ന് പറയാണ് കാർത്തിക. അതിനുശേഷം കിരണും കല്യാണി വീട്ടിലേക്ക് പോകുവാട്ടോ. പിന്നീട് കാണിക്കണ ഗംഗേനെയാണ്. ഗംഗക്ക് രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല. എന്നാലും എനിക്ക് എന്താ ഇവിടെ മാത്രം പിഴവ് സംഭവിക്കണത്? സാധാരണ ഒരു ദിവസം ഒരു സമയം ഒരാളുടെ മരണം ഉറപ്പിച്ചെങ്കിൽ ആ മരണം നടത്തിയിട്ടേ ഞാൻ വരാറുള്ളൂ, പിന്നെ ഇവിടെ മാത്രം എനിക്ക് എന്താ ഇങ്ങനെ പിഴവ് സംഭവിക്കണത്? നല്ലൊരു ഗോൾഡൻ ചാൻസാ കയ്യിൽ നിന്ന് പോയത് എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഗംഗ. അതിനുശേഷം കിരണും കല്യാണി രാത്രി ഇങ്ങനെ സംസാരിക്കാട്ടോ. കിരൺ പറയുന്നുണ്ട്, കല്യാണി നിനക്ക് എന്താ തോന്നുന്നത്? ഗംഗയാണ് തന്നെയാണോ തോന്നുന്നത്? എനിക്കങ്ങനെ ഒരു സംശയമുണ്ട് കിരണേട്ട എന്ന് പറയാണ്. നിനക്കങ്ങനെ സംശയം ഉള്ളത് കൊണ്ട് തന്നെയാണ് നാളെ കാട്ടിലേക്ക് പോവാന്ന് തീരുമാനിച്ചത്. കാട്ടിലേക്ക് പോവാണെങ്കിൽ അവന്റെ ആ ഒരു അവനെങ്ങനെ ജീവനോട് ഉണ്ടെങ്കിൽ കാട്ടിൽ തന്നെ ഉണ്ടാവാനാണ് ചാൻസ്. നമുക്ക് അവിടേക്ക് ഒന്ന് അന്വേഷിക്കാലോ. അത് മാത്രമല്ല, നമുക്ക് കാട്ടിലെ തേനും എടുക്കാം. പിന്നെ വേലൂരോട് നേരത്തെ പറയണം ഞങ്ങൾ വരുന്ന കാര്യം, എങ്കിൽ മാത്രമേ അവനെ തേൻ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. ആ തേന് ഭയങ്കര ഡിമാൻഡ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് കാട്ടിൽ പോവുകയും ചെയ്യാം, അവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് അന്വേഷിക്കുകയും ചെയ്യാം. ശരി കിരണേട്ടാ, എങ്കിലും നീ നേരത്തെ കിടന്നു, കാരണം നാളെ കാട്ടിലേക്ക് പോകണ്ടല്ലേ. ശരി എന്ന് പറഞ്ഞിട്ട് കല്യാണി കിടക്കാണ്. കിരണും കിടക്കുന്നുണ്ട്. രണ്ടുപേർക്ക് ഒരു സമാധാനം ഇല്ല കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് വേലൂരിയാണ്. വേലു ആണെന്നുണ്ടെങ്കിൽ ഓരോരോ കുപ്പിയില് തേന് നിറച്ചോണ്ടിരിക്കുകയാണ്, നല്ല ടൈറ്റ് ആയിട്ട് അടച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് അമലു വരുന്നത്. ദേ, നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പനും അമ്മയും കാത്തിരിക്കുന്നുണ്ട്, വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ, ഓ അപ്പൊ മാമനും മാമയും കാത്തിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നീ വിളിച്ചല്ലേ, അല്ലാതെ നിനക്ക് വേണ്ടി വിളിച്ചതല്ലല്ലേ. ഞാനെന്തിനാ ഇയാളെ വിളിക്കണത്? ഇയാൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഇയാള് കഴിക്കണം. ഓഹോ, ഇപ്പൊ നിനക്ക് ഇങ്ങനത്തേക്ക് വർത്താനമാണല്ലേ അമലു? പിന്നെ ഞാൻ എങ്ങനെ വർത്താനം പറയണം? നിങ്ങൾക്ക് എന്നെ സംശയമാണല്ലോ. ഞാൻ വെറുതെ സംശയിച്ചതൊന്നും അല്ലല്ലോ, കാണേണ്ട കാര്യങ്ങൾ കണ്ട് സംശയിച്ചതല്ലേ. നിങ്ങൾ എന്ത് കണ്ടു എന്നാ പറഞ്ഞത്? ഞാനും വിനായകനും കുറച്ച് അടുത്ത് ഇടപഴകി, അതാണോ കുഴപ്പം? എടി, നീ അവനെ ശുശ്രൂഷിക്കുകയാണെങ്കിലോ അടുത്ത് കുറച്ചൊക്കെ ഇടപഴകുകയാണെങ്കിലോ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനത്തെ കാഴ്ചയാണ് കണ്ടത്. നീ തന്നെ ആലോചിച്ച് നോക്ക്. എനിക്ക് നിങ്ങൾ തർക്കിക്കാനൊന്നും സമയമില്ല. ഭക്ഷണം എടുത്ത് ചുരുണ്ട് വേണമെങ്കിൽ വന്ന് കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കണ്ട, ആർക്കും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അമലു അവിടുന്ന് പോവാണ്. വേലു മനസ്സിൽ വിചാരിക്കണം, മുമ്പാണെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവളും കഴിക്കില്ലായിരുന്നു. ഞാൻ ഭക്ഷണം കഴിക്കണ വരെ എനിക്ക് വേണ്ടിയുള്ള ഭക്ഷണം വെച്ച് കാത്തിരിക്കുമായിരുന്നു അവള്. ഇപ്പൊ അവൾക്ക് ഒന്നും വേണ്ട, കാരണം അവനുണ്ടല്ലോ ആ വിനായകൻ, ഇപ്പൊ അവന് കൂട്ടാന് അവൾക്ക് ആഗ്രഹം എന്നൊക്കെ വേലു ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച ദേഷ്യത്തോടു കൂടി തന്നെ തേനിങ്ങനെ നിറച്ച് പണി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ മൂപ്പനും അതുപോലെ തന്നെ ഗംഗപ്രസാദൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴേക്കും മൂപ്പൻ ചോദിക്കണ്ട, എല്ലാ മോളെ അവൻ വന്നില്ലേ?
ഇല്ല വന്നില്ലപ്പ, വിശപ്പില്ലെന്നാ പറഞ്ഞത്. വിശപ്പില്ലെന്നോ? അവനിന്ന് ഒരുപാട് പണിയെടുത്തിടലോ, കാട്ടിലൊക്കെ പോയി തേനെടുക്കലൊക്കെ തന്നെയായിരുന്നു പണി. പിന്നെ എങ്ങനെ അവന് വിശപ്പില്ലാതിരിക്കണതെന്ന് ഇപ്പോ മൂപ്പത്തി പറയണ്ട. ചിലപ്പോഴേ വരുന്ന വഴിക്ക് വല്ല കള്ള് ഷാപ്പിൽ കയറി കള്ള് കുടിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴേക്കും അമല് പറയണ്ട. എന്തൊക്കെയോ കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ചെറിയൊരു മണം അടിച്ചായിരുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മൂപ്പത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്, അത് അവൻ ഒരുപാട് കുടിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല കേട്ടോ, വല്ല പണിയൊക്കെ ചെയ്ത് ക്ഷീണിക്കുമ്പോൾ ഒരു ഇച്ചിരി കുടിക്കും, അത്രേ ഉള്ളൂ. മൂപ്പരും പറയണ്ട, അതെ അതെ, ഒരു ഇച്ചിരി കുടിക്കും, അത് ഇവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കുടിക്കത്തുമില്ല. മുമ്പ് അവരെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നേ. അവൾക്ക് അവനാണെങ്കിൽ ഇവളെന്ന് വെച്ചാൽ ജീവനാണ് എന്ന് പറയുമ്പോഴേക്കും അമല് പറഞ്ഞു, എന്ത് ജീവൻ, അയാൾക്ക് ഇപ്പൊ അതിന്റെ സംശയമാണ്. നീ അവനോട് ഒരു റെസ്പെക്ട് ഇല്ലാതെയാണ് അമലു ഇപ്പൊ സംസാരിക്കണതെന്ന് മൂപ്പൻ പറയുമ്പോ എങ്ങനെയാപ്പ റെസ്പെക്ട് കൊടുക്കുക? ഏത് നേരം എന്നെയും ഈ പാവം പിടിച്ച വിനായകേട്ടനെ തമ്മിൽ സംശയമാണ്, ഞാനും വിനായകേട്ടനും തമ്മിൽ എന്തോ അരുതാത്ത ബന്ധമുണ്ടെന്ന് അയാൾ പറഞ്ഞത്. അപ്പനല്ലേ പറഞ്ഞത് വിനായകേട്ടന്റെ സൗണ്ട് കിട്ടണവരെ ഇവിടെ നിക്കണോന്ന്. ഞാനും അതിനു വേണ്ടിയല്ല അപ്പ ശ്രമിക്കണത്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ, പക്ഷെ അവനെ ചെറിയൊരു അസൂയ, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോ ഗംഗപ്രസാദ് പറഞ്ഞിട്ട്, ഞാൻ കാണുവാണെങ്കിൽ ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്. എന്താ മോളെ വിനായകൻ പറയണത് എന്ന് മൂപ്പൻ ചോദിക്കുമ്പോ അമല് പറയുന്നുണ്ട്, അതോ വിനായകേട്ടൻ കാണുവാണ് വേലുവേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യണെന്നുണ്ടെങ്കിൽ വിനായകേട്ടൻ പൊയ്ക്കോളാന്നാ പറയണത്. അയ്യോ മോനെ, അങ്ങനെയൊന്നും ഇല്ലട്ടോ മോൻ, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ, അവനെ ചെറിയൊരു നീരസ, അവന് വേണ്ടി പറഞ്ഞു വെച്ച പെണ്ണാണ് ഇവള്, അതിന്റെ ഒരു വിഷമവും ഇതും മാത്രമേ ഉള്ളൂ അവന് എന്നൊക്കെ പറയാണ്. അതിനുശേഷം വേലു നമ്മുടെ ഗംഗപ്രസാദ് ഭക്ഷണം കഴിച്ച് എഴുന്നേക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ മൂപ്പന്റെ ഭാര്യയെ ചോദിക്കുന്നുണ്ട്, അല്ല കൊച്ചിന് കുറച്ചുകൂടി ചോറ് എടുക്കട്ടെ? വേണ്ട എന്ന് ഗംഗപ്രസാദ് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേക്കുവാട്ടോ. ശേഷം ഗംഗപ്രസാദ് പോണ സമയത്ത് വേലു ചോദിക്കണ്ടേ, എന്താടാ നീ നന്നായിട്ട് വെട്ടി വിഴുങ്ങിയോ? മുമ്പൊക്കെ ആണെങ്കിലേ അവളുണ്ടല്ലോ അമലു, ഞാൻ കഴിച്ചില്ലെങ്കിലേ അവളും കഴിക്കില്ലായിരുന്നു, ഞാൻ കഴിച്ചിട്ടേ അവള് കഴിക്കുള്ളത്, പക്ഷെ ഇപ്പൊ അവൾക്ക് അങ്ങനെയൊന്നും ഇല്ല, അവള് നിന്റെ കൂടെ ഒന്ന് വെട്ടി വിഴുങ്ങിയിട്ടുണ്ടാവോ അല്ലെ എന്ന് പറയണം. അപ്പൊ ഗംഗയിൽ പറഞ്ഞ ഞാനൊരു പാവാണ് എന്ന് പറയാണ്. നീ ഒരു പാവം, എന്ത് പാവാടാ വിനായക നീ? എടാ സത്യമായിട്ട് നിന്റെ പേര് വിനായകൻ തന്നെയാണോ, അതോ വേറെ എന്തെങ്കിലും ആണോ? എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട്, നീ നോക്കിക്കോടാ, ഈ കാട്ടിൽ നീ പറ്റിക്കാനോ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ വെട്ടി നുറുക്കോടാ എന്നൊക്കെ പറയണ്ടേ വേലു. നമ്മുടെ ഗംഗപ്രസാദ് അവിടെ നിന്ന് കേൾക്കാത്ത പോലെ പോകുവാട്ടോ. ശേഷം രാത്രി ഗംഗപ്രസാദ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് അമലു ഒരു ഗ്ലാസ് പാലായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ആ പാല് നമ്മുടെ ഗംഗക്ക് കൊടുക്കാണ്. എന്താ പാല് കുടിക്ക്, നീ കുടിച്ചോ എന്ന് പറയണം. വേണ്ട വേണ്ട, എന്നാ കുടിക്ക് എന്ന് പറയുമ്പോഴേക്കും കുറച്ച് പാല് നമ്മുടെ ഗംഗ കുടിക്കുന്നുണ്ട്, ബാക്കി പകുതി അമലുവിനെ നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ്. അമലു അത് കുടിക്കുന്നുണ്ട്. എന്നിട്ട് പണ്ട് എല്ലാ കാര്യത്തിലും ഇനി നമ്മൾ ഇങ്ങനെയായിരിക്കണം, പകുതി പകുതി ഷെയർ ചെയ്ത് കുടിക്കണം. ആ സമയത്ത് ഗംഗ ചോദിക്കണ്ടേ, എന്നെ ഒറ്റ കൊടുക്കുമെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഒറ്റ കൊടുക്കുന്നു? ഒരിക്കലുമില്ല, ഞാനെന്തിനാ വിനായകേട്ടന് ഒറ്റ കൊടുക്കുന്നത്? എന്റെ കുഞ്ഞിന്റെ അച്ഛനാണ് വിനായകേട്ടൻ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാണ് വിനായകേട്ടൻ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, അവൻ ഒറ്റിക്കൊടുക്കോ വേലുവും? അവൻ ഒറ്റിക്കൊടുക്കുമായിരിക്കും, അവന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. ഞാൻ വിനായകേട്ടനെ എടുക്കണമെന്നൊന്നും അവൻ ഇഷ്ടപ്പെടുന്നില്ല, അവന് ഭയങ്കര സാധനമാണ് എന്നൊക്കെ പറയാണ്. അതെ വിനായകേട്ടാ, ഞാൻ രാത്രി വാതില് മുട്ടും, അപ്പൊ വാതിൽ തുറക്കണം കേട്ടോ. ഇന്നലെ വാതില് മുട്ടപ്പോ വാതിൽ തുറന്നില്ല, ഞാൻ നല്ല ഉറക്കം അഞ്ച് തിരിച്ചു പോയി, രാവിലെ ആയപ്പോഴല്ലേ അറിയണത് ആള് പുറത്തു പോയെന്ന്. ഇനി ഞാനില്ലാതെ പുറത്തൊന്നും പോവരുത് കേട്ടോ എന്ന് പറയാണ്. നോക്കിക്കേ വിനായകേട്ടാ, ഇപ്പൊ വലിയൊരു പ്രശ്നം നമ്മുടെ ഇടയിലുണ്ട്. ഈ കുഞ്ഞ് എന്തായാലും നമുക്ക് വളർത്തിയേ പറ്റൂ. നമുക്ക് ഈ ക്രിസ്മസ് കഴിയുമ്പോൾ വിനായകന്റെ നാട്ടിലേക്ക് പോവാം, നമുക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാം. അപ്പനും അമ്മക്കും വല്ലാത്ത വിഷമമാകും, പക്ഷെ അവരൊരുപാട് കരയുമായിരിക്കും. കുറച്ചു നാൾ കഴിയുമ്പോൾ അവരുടെ വിഷമമൊക്കെ മാറിക്കോളും. നാട്ടിലെത്തിയിട്ട് ഫോൺ ചെയ്ത് പറയണം ഞാൻ വിനായകന്റെ കൂടെയാണെന്ന്. അപ്പൊ അവർക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും, എന്നാലും വിഷമമായിരിക്കും. പിന്നെ ഈ കാട്ടിൽ എന്നെ കേറ്റില്ല എന്ന് പറയാണ്. കാട്ടിൽ കേറ്റില്ലേ എന്ന് ഗംഗ ചോദിക്കുമ്പോ ഇല്ല കേറ്റില്ല, ഇവിടെ കാടിന് ഒരു നിയമമുണ്ട്, ഇവിടുത്തെ ദൈവത്തിന് മുമ്പിൽ മാത്രമേ താലി കെട്ടുന്ന ആൾക്കാർ മാത്രമേ ഭാര്യ ഭർത്താവുമായിട്ട് കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇവിടെ നിന്ന് ഞാൻ താലി കെട്ടാത്തതുകൊണ്ട് എന്നെ വിനായകന്റെ ഭാര്യയായിട്ട് ആരും കാണില്ല. പിന്നെ നമുക്കൊരു കുഞ്ഞുണ്ടല്ലോ, അതുകൊണ്ട് വിനായകൻ ഇതിന് സംഭവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞില്ലാത്ത തന്തയില്ലാത്ത കുഞ്ഞ് ചുമക്കണമെന്നൊക്കെ എനിക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് വിനായകട്ടെ എന്നെ ചതിക്കല്ലേ കേട്ടോ, വിനായകന്റെ കൂടെ എപ്പോഴും ഞാൻ വേണം എന്നൊക്കെ പണി കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഗംഗേനെ അമലു കേട്ടോ. ആ സമയത്ത് ഗംഗപ്രസാദ് മനസ്സിൽ വിചാരിക്കണ്ട, പാപം കാടിലെ നിഷ്കളങ്ക ഒരുപാടുള്ള പെൺകുട്ടിയാണ്, പക്ഷെ എന്ത് ചെയ്യാൻ, അവള് പ്രണയിച്ചത് എന്നെയായി പോയല്ലോ. ആ വേലു ഒരു മുഴങ്ങുതടിയായിട്ട് മുമ്പിൽ വന്ന് കിടക്കണ്ട്. അവനെ വെട്ടി നോക്കി കാണിട്ടാണെങ്കിലും എനിക്ക് എന്റെ കാര്യം നേടിയല്ലേ പറ്റൂ എന്നൊക്കെ വിചാരിച്ചിരിക്കണം ഗംഗപ്രസാദിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.